ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ സാജു പോൾ MLA ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും ഔപചാരികമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസ് എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ NV പ്രദീപ് കുമാർ ഈ വേളയിൽ നമ്മോടൊപ്പം ഈ പ്രകാശന ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ NV പ്രദീപ് കുമാറിനെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC ബുക്സ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. ശ്രീ എബ്രഹാം മാത്യു, കൈരളി പീപ്പിൾ ചാനലിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ കൂടിയായ എബ്രഹാം മാത്യു DC ബുക്സിൻ്റെ ഒരു യുവ എഴുത്തുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും DC ബുക്സിൻ്റെ പേരിലും അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ ചടങ്ങിനായി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വായനാ സമൂഹത്തോടും സാഹിത്യ തൽപരരോടും മീഡിയ പ്രവർത്തകരോടുമുള്ള അവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിൽ സംസാരിക്കുന്നതിനായി ശ്രീ ഭരത് മമ്മൂട്ടിയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചത് ഞാനും എബ്രഹാം മാത്യുവും തമ്മിലുള്ള പരിചയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പുസ്തകം ഞാനാണ് തിരുവനന്തപുരത്ത് വെച്ച് റിലീസ് ചെയ്തത്. അത് അത്യാവശ്യം വിറ്റുപോയി കാണും. ഒരു ഐശ്വര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നാം. പിന്നെ എനിക്ക് സാധാരണ നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ പോലും സാഹിത്യ ബന്ധമുള്ള ആളല്ല. അതുപോലും ഞാൻ വായിക്കാൻ പറ്റാറില്ല. എൻ്റെ അവസാനത്തെ വായന പാലേരി മാണിക്യത്തിൽ നിൽക്കുകയാണ്. പാലേരി മാണിക്യം വായിക്കുന്ന ഒരു കാരണം അത് സിനിമയാകുന്നു എന്നുള്ളതും ഒരു കാരണം, ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നു എന്നുള്ളതും ഒരു കാരണം. എബ്രഹാം മാത്യു മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന കാലം മുതൽ എനിക്ക് പരിചയം. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുന്നത് എനിക്കിഷ്ടമാണ്. ഒരുപക്ഷെ ഈ എബ്രഹാം ചോദിച്ചു, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വന്നിരുന്നെങ്കിൽ ഞാൻ എഴുത്തുകാരനാകുമായിരുന്നു. ഒരു കടന്നു കഴിയായി പോകും ഞാൻ എഴുത്തു തുടങ്ങി. എഴുതാൻ ചില ആളുകൾ പറയും തീരെ വയ്യാഞ്ഞിട്ട് എഴുതിപ്പോയതാണ്. അങ്ങനെയൊന്നും എഴുതാൻ വയ്യാകിയ ആൾക്കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എഴുതാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എഴുതിപ്പോയതാണ്. അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പലർക്കും തോന്നും. പക്ഷേ എഴുതാതിരിക്കാൻ പറ്റിയില്ലെങ്കിൽ എഴുതാം, പക്ഷേ അത് വായിക്കാതിരിക്കാൻ ആർക്കും പറ്റും. വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ടാകുക, വായിക്കാനുള്ളൊരു മനസ്സുണ്ടാകുക. വായന മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞാൽ പലരും വായനയുടെ ശവമെടുപ്പ് നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും സത്യമല്ല എന്ന് ഈ പുസ്തകശാലയിലെ തിരക്കും പുസ്തകങ്ങളോടുള്ള ആളുകളുടെ താല്പര്യവും വായനയോടുള്ള ഭ്രമവും കണ്ടാൽ മനസ്സിലാക്കുന്നു. യുവാക്കൾ യുവത്വം വായനയിൽ നിന്നാകുന്നു, സാഹിത്യത്തിൽ നിന്നാകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നു. എനിക്ക് അതിനോടും യോജിക്കാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് അറിവ് പകരുന്നതും എൻ്റെ പുതിയ പുസ്തകങ്ങളുടെ കളക്ഷനും എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളാണ്. അവർ വായിച്ചിട്ട് തരുന്ന പുസ്തകങ്ങളാണ് ഞാനിപ്പോൾ കൂടുതൽ വായിക്കുന്നത്. പല പുതിയ പുസ്തകങ്ങളെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തരുന്നതും എൻ്റെ മക്കളാണ്. അപ്പോൾ യുവത്വം തീർച്ചയായിട്ടും വായനയിൽ നിന്ന് മാറിയിട്ടില്ല.
വായന അവർക്ക് ഇപ്പോഴും ഹരമാണ്. ഏതെല്ലാം വിജ്ഞാന രൂപങ്ങൾ വന്നാലും പ്രിന്റ് എഴുതിയത് ചിലപ്പോൾ വായിക്കുന്ന മാർഗങ്ങളോ മാധ്യമങ്ങളോ വ്യത്യാസമുണ്ടെങ്കിലും കമ്പ്യൂട്ടറോ ഇലക്ട്രോണിക് മീഡിയകളോ ഇലക്ട്രോണിക് പുസ്തകങ്ങളോ ഒക്കെ ആയിരിക്കാം. എന്നാൽ കൂടി അത് മാധ്യമങ്ങൾ മാറും. സാഹിത്യവും വായനയിൽ നിന്നും തീർച്ചയായിട്ടും യുവതലമുറ മാറി നിൽക്കുന്നില്ല, മാറി നിന്നിട്ടില്ല. പഴയ തലമുറ ഒരുപക്ഷെ പുതിയ തലമുറ വായിക്കുന്നത് പുതിയ തലമുറയുടെ കൃതികളാണോ പഴയ തലമുറയുടെ കൃതികളാണോ എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചർച്ച ചെയ്യപ്പെടും. പഴയ തലമുറയിലെ പല എഴുത്തുകാരും നമ്മൾ ആഘോഷിച്ചിരുന്ന പുസ്തകങ്ങൾ എഴുതിയവർ അവരുടെ പുതിയ പുസ്തകങ്ങളെക്കുറിച്ചല്ല, അവരുടെ മറ്റു ചില കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. പുതിയ എഴുത്തുകാരെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ സാഹിത്യ താരങ്ങൾ ലിറ്ററേച്ചർ ഗവൺമെൻറ് സ്റ്റാർട്സ് പുതിയ താരങ്ങളുടെ ഉദയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. DC ബുക്സ് പോലെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകശാലയ്ക്ക് ഒരുപാട് കഴിവുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും അവരതൊട്ടും മടിക്കാതെ തന്നെ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ എഴുതിയ പുസ്തകം പോലും പ്രസിദ്ധീകരിക്കാൻ DC ബുക്സ് തയ്യാറായി എന്നുള്ളത് പ്രധാനമായ ഒരു കാരണം. അബ്രഹാം മാത്യുവിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ വിശദമായിട്ട് സംസാരിക്കാനില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതിനൊക്കെ മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന കാലം മുതൽ ഇബ്രാഹിം മാത്യുവിനെ എനിക്കറിയാം. അന്ന് മുതലേ ഇബ്രാഹിം മാത്യു എഴുതുമായിരുന്നു. ഇബ്രാഹിം മാത്യു ഒരു യുവ എഴുത്തുകാരനായിട്ടാണ് യുവത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി അത്യാവശ്യം യൗവനം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ. ആളുടെ യൗവനവും ആളുടെ യുവത്വവും ആളുടെ പ്രായവും ഒന്നുമല്ല സാഹിത്യത്തിലും കലയിലുമുള്ള കാര്യങ്ങൾ. ചെയ്യുന്ന പ്രവർത്തകരുടെ ചുറുചുറുക്കാണ്, അല്ലെങ്കിൽ എഴുതുന്ന കൃതികളിൽ ഉണ്ടാകുന്ന യുവത്വമാണ് യുവ സാഹിത്യകാരന്മാർ. നമ്മുടെ പല യുവ സാഹിത്യകാരന്മാർ, വൃദ്ധ സാഹിത്യകാരന്മാരെന്ന് ഞാൻ പറയുന്നില്ല, വളരെ പ്രമുഖരായ സാഹിത്യകാരന്മാർ പലരും എഴുതുന്നത് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവുകയും നമ്മുടെ ആളുകൾക്ക് രുചിക്കുകയും പ്രായഭേദമന്യേ ആസ്വദിക്കപ്പെടുകയും ചെയ്യും. അബ്രഹാം മാത്യു എന്ന യുവ കഥാകൃത്തിൻ്റെ ഈ കഥാസംഗ്രഹം രാത്രിയിലെ ഉടൽ, അതൊരു പ്രത്യേക പ്രയോഗമാണ്. രാത്രിയുടെ ഉടൽ എന്നുള്ളത് എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടെത്തുക എന്ന് എനിക്കറിഞ്ഞൂടാ. ബോഡി ഓഫ് നൈറ്റ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. പക്ഷെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. വാക്കുകൾ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന അർത്ഥമായിരിക്കില്ല പലരും. അതുപോലെ തന്നെ ആയിരിക്കട്ടെ ഈ പുസ്തകമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുസ്തകം ഇപ്പോഴും തുറന്നിട്ടില്ല. ഈ തുറക്കാത്ത പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇത് തുറന്ന് വായിക്കുന്ന നിങ്ങളാകും പറയുക എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഔപചാരികമായി ഈ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യുന്നു. നമസ്കാരം. രാത്രിയുടെ എബ്രഹാം മാത്യുവിൻ്റെ പുസ്തകം പത്മശ്രീ ഭാരത് മമ്മൂട്ടി പ്രകാശനം ചെയ്യുകയാണ്. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ TN പ്രതാപൻ എന്നിവയാണ്. രാത്രിയുടെ ഇപ്പോൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ശ്രീ TN പ്രതാപൻ എന്നിവർ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ രാത്രിയുടെ ഉടൽ എന്ന മലയാളത്തിലെ പുതിയ തലമുറയിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരൻ ശ്രീ അബ്രഹാം മാത്യുവിൻ്റെ കഥാസംഹാരം പ്രകാശനം ചെയ്ത ബഹുമാനായ ഭരത് മമ്മൂട്ടി, ഇവിടെ സന്നിഹിതനായിട്ടുള്ള പ്രിയമുള്ള സുഹൃത്ത് ശ്രീ പ്രദീപ് കുമാർ, എഴുത്തുകാരനായ പ്രിയമുള്ള അബ്രഹാം മാത്യു,
ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ള നല്ല വായനക്കാരായ സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ പുതിയ തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാസൃഷ്ടികൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ് ശ്രീ എബ്രഹാം മാത്യു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ 14ാമത് പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. രാത്രിയുടെ ഉടൽ എന്ന ഈ കഥാസമാഹാരം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധം ചെയ്ത ഏറ്റവും ശ്രദ്ധേയമായ കഥകളുടെ സമാഹാരമാണ്. പലപ്പോഴും നമുക്ക് ഒട്ടനവധി എഴുത്തുകാരുണ്ട്. മലയാളമാണെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ എഴുത്തുകാരുടെ സമ്പത്ത് കൊണ്ട് വളരെയേറെ സമ്പന്നമാണ്. പലപ്പോഴും കഴിഞ്ഞ തലമുറയിലെ ഇപ്പോൾ യൗവനം വിട്ട എഴുത്തുകാരും യൗവനത്തിലൂടെ കടന്നു പോകുന്ന എഴുത്തുകാരും എന്ന രണ്ട് തരംതിരിവ് വേണമെങ്കിൽ മമ്മൂട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കർമ്മപ്രായം കൊണ്ടല്ലാതെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. പലപ്പോഴും ഇന്നത്തെ എഴുത്തുകാരിൽ നല്ലൊരു ശതമാനവും സാമൂഹികമായ പ്രതിബദ്ധതയിൽ നിന്നും അകന്നു പോകുന്നവരാണ്. പലപ്പോഴും മാധ്യമങ്ങളും പുതിയ സൃഷ്ടികളെ സ്വീകരിക്കുന്നവരും എഴുത്തുകാർക്ക് കൊടുക്കുന്ന പ്രാധാന്യം കുറഞ്ഞു വരുന്നതായി നമുക്കെല്ലാം സംശയമുണ്ട്. ഒരു ഏറ്റവും നല്ല മലയാളത്തിലെ നിരൂപണ സാഹിത്യത്തിലും പ്രബന്ധ സാഹിത്യത്തിലും ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനും കേരളത്തിലെ ഒരു സാമുദായിക നേതാവും തമ്മിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കവിതർക്കമുണ്ടായാൽ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഏറ്റവും എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ എഴുത്തുകാരനായാൽ പോലും അവരെക്കാൾ പ്രാധാന്യത്തോടുകൂടി സമുദായ നേതാക്കന്മാരെ സ്വീകരിക്കുന്നതാണ് വർത്തമാനകാലത്തെ ഏറ്റവും സങ്കടകരമായ ദുരന്തം. എഴുത്തുകാർക്കും സൃഷ്ടികൾക്കും വളരെയേറെ പ്രാധാന്യം കുറച്ചു കാണുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം നടന്നു പോവുകയാണ്. അതിനു മുന്നിലാണ് പുതിയ തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ കഥാകാരൻ ശ്രീ എബ്രഹാം മാത്യു. അദ്ദേഹം എഴുതുന്ന കഥകൾ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ആനുകാലികങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അവ വായിക്കുമ്പോഴെല്ലാം ഇന്നത്തെ തലമുറയുടെ സ്പന്ദനങ്ങളാണ് അവയിൽ സ്പർശിക്കപ്പെടുന്നത്. പഴയ കാലത്തെ മാമൂലുകളെ മുറുകെ പിടിച്ചുകൊണ്ട് പഴയ തത്വസംഹിതകളും അല്ലെങ്കിൽ പഴയ കാലത്തെ ചില ഒരിക്കലും കൈവിടില്ല എന്ന് വാശി പിടിക്കുന്ന ചില മാമൂലുകളും കൂടെ കൊണ്ടുപോകുന്നതിന് പകരമായി ഇന്നത്തെ തലമുറയിൽ, ആധുനിക തലമുറയിൽ അവന്റെ സ്വപ്നങ്ങൾ, ചിന്തകൾ, അസ്വസ്ഥതകൾ, അവന്റെ മനസ്സിലുണ്ടാകുന്ന ചെറുതും വലുതുമായ വികാര പ്രകടനങ്ങൾ അവയെല്ലാം ഒരു പുതിയ ഭാഷയിൽ ഒപ്പിയെടുക്കുന്ന ശ്രദ്ധേയനായ കഥാകാരനാണ് ശ്രീ എബ്രഹാം മാത്യു. അതുകൊണ്ട് ഇന്നുള്ള പലരുടെയും കഥകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എബ്രഹാം മാത്യുവിന്റെ കഥകൾ. ഇന്ന് ഈ എബ്രഹാം മാത്യു ഞങ്ങളുമൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന വേണമെങ്കിൽ 80-70 കാലഘട്ടങ്ങളിലെ ശ്രദ്ധേയമായ കഥാകാരന്മാരുടെ കഥകളിൽ നിന്നും അന്നത്തെ ക്യാമ്പസ് സ്പർശനങ്ങൾ ഉണ്ടായിരുന്ന കഥകളിൽ നിന്നും വ്യത്യസ്തമായി ആയതാണ് ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്ന കഥകളും അല്ലെങ്കിൽ സ്വപ്നങ്ങളും. ആ സ്വപ്നങ്ങൾക്കനുസരിച്ച കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന്റെ ഓരോ യാത്രയിലും കണ്ടെത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ അനുഭവങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തുകൊണ്ട് ആ അനുഭവങ്ങളിൽ തെരഞ്ഞെടുക്കുന്നവയെ ശരിയായ രീതിയിൽ സൃഷ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല ശ്രദ്ധേയമായ കഥകളാണ് ശ്രീ എബ്രഹാം മാത്യു കഴിഞ്ഞ കാലങ്ങളിലായി പ്രത്യേകിച്ചും ആനുകാലങ്ങളിൽ എഴുതി വരുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമായിട്ടാണ് രാത്രിയുടെ ഉടൽ ഇവിടെ DC ബുക്സ് പ്രകാശനം ചെയ്യുന്നത്. ഈ കഥ മലയാളികൾ നേരത്തെ സ്വീകരിച്ചതാണ്. നന്നായി വായനയുണ്ടായത്. വായിക്കുക മാത്രമല്ല, പല ആനുകാലികങ്ങളിലും ഇതിലെ കഥകൾ വായിച്ച് വായനക്കാരുടെ കുറിപ്പുകൾ, നല്ല രീതിയിലുള്ള കുറിപ്പുകൾ വന്നിട്ടുള്ളതാണ്. പലരുടെയും SMS ഈ കഥകളെ സംബന്ധിച്ചും കഥാപാത്രത്തിന്റെ ഓരോ ചലനരീതികളെ സംബന്ധിച്ചും ശ്രീ എബ്രഹാം മാത്യുവിന് വന്നതായി പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ആധുനിക തലമുറ നല്ല മനസ്സുകൊണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ആധുനികമായ കാഴ്ചപ്പാടുള്ളതാണ് ഈ കഥകൾ. തീർച്ചയായും ഇത് വർത്തമാനകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടും. ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ DC ബുക്സിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മമ്മൂട്ടിയെ പോലെയുള്ള ഒരു കലാകാരൻ ആണ് ഇത് വീണ്ടും നേരത്തെ എബ്രഹാം മാത്യുവിന്റെ പുസ്തകം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് പ്രകാശനം ചെയ്തതിന്റെ ഗുണഫലങ്ങൾ എബ്രഹാം മാത്യുവിനും പ്രസാധകർക്കും ഉണ്ടായിട്ടുണ്ട് എന്നത് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ
പുസ്തകവും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ വിറ്റഴിയാനും നല്ല വായനക്കാരെ ഇത് സ്വീകരിക്കുന്നതിനും കൂടി അവസരമുണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പുതിയ സൃഷ്ടികൾ, നല്ല സൃഷ്ടികൾ, വ്യത്യസ്തതകളുള്ള സൃഷ്ടികൾ, താൻ പിടിച്ച മുയലിന് 3 ചെവിയുണ്ട് എന്ന് പറയാതെ താൻ കാണുന്ന മുയലിന് 2 ചെവിയുള്ളൂ എന്ന വിശ്വാസത്തോടുകൂടി എബ്രഹാം മാത്യു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ന്യൂ ജനറേഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സൃഷ്ടികളുമായി ഇനിയും മുന്നോട്ട് വരട്ടെ. ഞങ്ങളെ പോലെയുള്ള സാധാരണ വായനക്കാരുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൃഷ്ടികൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം മലയാളികൾ സ്വീകരിക്കും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് ഞാൻ എന്റെ ആശംസകൾ അവസാനിപ്പിക്കും. നന്ദി ശ്രീ ടി എൻ പ്രതാപൻ എം.എൽ.എ. ഇപ്പോൾ ആശംസകൾ അർപ്പിക്കുവാനായി ശ്രീ എൻ വി പ്രദീപ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോൺഗ്രസ്, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ബഹുമാന്യനായ ശ്രീ ഭരത് മമ്മൂട്ടി, ബഹുമാന്യനായ ശ്രീ ടി എൻ പ്രതാപൻ എം.എൽ.എ., സ്നേഹസമ്പന്നനായ ശ്രീ എബ്രഹാം മാത്യു, പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ ഉടൻ ശ്രീ എബ്രഹാം മാത്യുവിൻ്റെ ചെറുകഥാ സമാഹാരമാണ് പ്രിയങ്കരനായ നമ്മുടെ ഭരത് മമ്മൂട്ടി ഇവിടെ പ്രകാശനം ചെയ്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ എഴുത്തുകാരിൽ എന്തുകൊണ്ടും ശ്രദ്ധേയനാണ് ശ്രീ എബ്രഹാം മാത്യു. കേരളക്കരയിലെ പുസ്തകപ്രേമികൾക്ക് ഒരു മുഖവുരയുടെ ആവശ്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. വേറിട്ട വഴിയിലൂടെ എഴുതാനും അതിലൂടെ വായനക്കാരെ കൊണ്ടുപോകുവാനും കഴിയുന്ന അപൂർവം വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ എബ്രഹാം മാത്യു. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരത്തിലൂടെ, നോവലുകളിലൂടെയൊക്കെ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്ട് 10-15ഓളം പുസ്തകങ്ങളുടെ രചയിതാവായിട്ടുള്ള ശ്രീ എബ്രഹാം മാത്യു നാളെയുടെ വാഗ്ദാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എഴുത്തുകാർ അന്യം നിന്നുകൊണ്ടുപോകുന്ന നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ വായിക്കുവാനും വായനക്കാരെ അവർക്ക് അവരുടേതായ ചിന്തയിൽ ചിന്തിക്കുവാനും അതോടൊപ്പം തൻ്റെ കാഴ്ചപ്പാടിലേക്ക് എത്തിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്നതിലുപരിയായി സമൂഹത്തിലെ സകല കാര്യങ്ങളെക്കുറിച്ചും അറിയപ്പെടുകയും അവയെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുക എന്ന വേറിട്ട വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് എബ്രഹാം മാത്യു. സാധാരണ നമുക്കറിയാം, സാംസ്കാരിക രംഗത്തുള്ളവരാണെങ്കിൽ സാംസ്കാരിക രംഗത്തിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ചെറുകഥാകൃത്താണെങ്കിൽ എഴുത്തിനപ്പുറത്തേക്ക് ലോകത്തെ കാണാനോ എഴുത്തിനപ്പുറത്തേക്കുള്ള ഒരു സമൂഹത്തെ വിലയിരുത്തുവാനോ അവരുമായി പ്രതിപാദിക്കുവാനോ അവരുമായി സംവേദിക്കുവാനോ തയ്യാറല്ലാത്ത ഒരു സമൂഹമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ആ എഴുത്തിൻ്റെ സമൂഹത്തെ കാണാൻ കഴിയും. ഓരോ സമൂഹവും അതുപോലെയാണ്. ഓരോരുത്തരും അവരുടേതായ അടഞ്ഞ അധ്യായങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു എങ്കിൽ അതിനപ്പുറത്തേക്ക് എഴുത്തിനെ മുഖ്യധാരയിലേക്ക് കണ്ടുകൊണ്ട് എന്നാൽ സമൂഹത്തിൻ്റെ മറ്റെല്ലാ മേഖലകളെക്കുറിച്ചും പഠിക്കുവാനും അപഗ്രഥിക്കുവാനും അഭിപ്രായം പറയുവാനും കഴിയുന്ന തരത്തിൽ ഒരു എഴുത്തുകാരൻ വളർന്നു വരിക എന്നത് സമൂഹത്തിന് എന്തുകൊണ്ടും പ്രിയപ്പെട്ടതാണ്, അനിവാര്യമാണ്. അത്തരത്തിൽ ശ്രീ എബ്രഹാം മാത്യു അഗ്രഗണ്യനാണ്. വളർന്നു വരുന്ന എഴുത്തുകാരിൽ അഗ്രഗണ്യീയ സ്ഥാനം അർഹിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന് ഈ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ ചുവട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ രാത്രിയുടെ ഉടലിലൂടെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ അദ്ദേഹത്തിന് പ്രചോദനമായി നിൽക്കുന്ന DC ബുക്സിനെയും അദ്ദേഹത്തിൻ്റെ രചനകളെ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ വേണ്ട വിധത്തിൽ സഹായിക്കുക, സഹകരിക്കുക, അവർക്ക് വേണ്ട പ്രചോദനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി രംഗത്തെത്തിയ ബഹുമാന്യനായ ശ്രീ ഭരത് മമ്മൂട്ടിയെ, അതോടൊപ്പം അതിൽ പങ്കാളികളാകാൻ ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ വായനക്കാരെയും എല്ലാവരെയും ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഈ രാത്രിയുടെ ഉടൻ വായനക്കാർക്ക് വീണ്ടും ഒരു പുതിയ നിർവൃതി നൽകുമാറാകട്ടെ എന്ന്
ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ എൻ വി പ്രദീപ് കുമാർ. ഇപ്പോൾ മറുപടി പ്രസംഗത്തിനായി ശ്രീ എബ്രഹാം മാത്യുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ മമ്മൂട്ടി, ശ്രീ പ്രതാപൻ, ശ്രീ പ്രദീപ് കുമാർ, മറ്റ് വായനാ സമൂഹം ഉൾപ്പെടുന്ന സുഹൃത്തുക്കളെ, ചെറുകഥയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദിയിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ 80കളിലും 70കളിലും എഴുത്തുകാർക്കും സാഹിത്യത്തിനും ഒക്കെ തന്നെ പൊതുസമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും എന്നെപ്പോലെയുള്ള ആളുകളും എഴുതാൻ തുടങ്ങി. പക്ഷെ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ പ്രാധാന്യം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. പൊതുസമൂഹത്തിൻ്റെ പരിഗണനകളിൽ ഏറ്റവും താഴ്ന്ന ഒരു സ്ഥാനം മാത്രമേ സാഹിത്യത്തിനുള്ളൂ. ഇത് കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഒരുപക്ഷെ ഈ ഒരു പ്രവണത ഉണ്ടായിരിക്കാം. മലയാളത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രവണതയുണ്ട്. സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലാതായി സാഹിത്യം മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. എഴുത്തുകാർ എന്നാലും അവരുടെ സർഗശേഷിയിലൂടെ തങ്ങളുടെ പ്രവർത്തനം തുടരുന്നുണ്ട്. പക്ഷെ അത് ജനഹൃദയങ്ങളിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഏത് വലിയ എഴുത്തുകാരൻ്റെ പുസ്തകവും 1000 കോപ്പി മാത്രമേ അച്ചടിക്കുന്നുള്ളൂ. 1000 കോപ്പി തന്നെ പലപ്പോഴും വിറ്റുപോകാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് മലയാളത്തിലുള്ളത്. എന്നാൽ ഒരു 10-12 എഴുത്തുകാർക്ക് അത്തരത്തിലുള്ള അതിനപ്പുറത്തുള്ള ഒരു സൗഭാഗ്യം ഉണ്ട് താനും. പൊതുവെ എഴുത്തുകാർക്ക് ഈ പരിഗണനയുടെ കുറവ് ഉണ്ടായതിന് കാരണം എഴുത്തുകാർ തന്നെയാണ്. മാറുന്ന പുതിയ കാലത്തെ ഉൾക്കൊള്ളാനോ പുത്തൻ പരീക്ഷണങ്ങൾ നടത്താനോ ഈ ഭാഷയിലെ വ്യായാമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആളുകളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പലപ്പോഴും എഴുത്തുകാർക്ക് കഴിയാതെ പോയത് കൊണ്ട് അവരെ ജനം അവഗണിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഏതായാലും ആധുനികതയുടെ കാലത്ത് 70കളിൽ അത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ മലയാളത്തിലുണ്ടായിരുന്നു. പുതിയ കാലത്തിൽ അത്തരം പരീക്ഷണങ്ങളില്ല. ആളുകൾക്ക് വളരെ പ്ലെയിനായിട്ട് തന്നെ സാധാരണ ഭാഷയിൽ തന്നെ എഴുതുന്നതായിട്ടാണ് കാണുന്നത്. അത്തരം സാധാരണ ഭാഷയിൽ എഴുതുന്ന ആളുകളിൽ ഒരാളായിട്ടാണ് ഞാൻ ഈ പുസ്തകം സഹൃദയരായ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ 70കളൊക്കെ ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിൽ എഴുത്തുകാർക്ക് വലിയ പ്രാധാന്യം കിട്ടിയിരുന്നെന്ന് ഞാൻ പറയാൻ കാരണം എഴുത്തുകാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അന്ന് എം മുകുന്ദൻ എന്താണ് ആധുനികത എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയപ്പോൾ കേരളത്തിലെ ശരാശരിക്കാരും ബുദ്ധിജീവികളും ഒക്കെ തന്നെ ആ പുസ്തകത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. അന്നത്തെ ആ എം മുകുന്ദൻ ഇന്ന് എന്ത് സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞാലും ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചു എന്ന് പറയപ്പെടുന്നു. മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചുകൊണ്ട് കാലഹരണപ്പെട്ട പുണ്യവാളൻ എന്ന് മുകുന്ദൻ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അത് വലിയ വിവാദമായി മാറുകയാണ് ഉണ്ടായത്. സാഹിത്യത്തെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞാൽ കിട്ടാത്ത പ്രാധാന്യം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് നടത്തുന്ന പരാമർശത്തിന് പുതിയ സമൂഹം നൽകുന്നു. ഇതൊരു വലിയ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. അതേസമയം സാഹിത്യത്തിൽ ഇന്ന് പുതിയ പ്രവണതകളില്ല. ഈ അടുത്തിടയ്ക്ക് ഒരു എഴുത്തുകാരൻ ലാപ്ടോപ്പിനെതിരെ ചെറുകഥ എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ലാപ്ടോപ്പിനെതിരെ. അതിനു മുമ്പ് ഒരാൾ വാഷിംഗ് മെഷീനെതിരെ ചെറുകഥ എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പുതിയ പുതിയ അറിവുകളെയും ട്രെൻഡുകളെയും നിരാകരിച്ചുകൊണ്ട് എഴുത്തുകാരൻ വരുമ്പോൾ എഴുത്തുകാരുടെ സമൂഹം പുറങ്കാലി കൊണ്ട് തട്ടി പുറത്താക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയം. അതുപോലെ തന്നെ ഈ അരാഷ്ട്രീയവാദം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ എഴുതി തുടങ്ങിയത്. എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാൻ പാടില്ല, അവർ നിരാശരായിരിക്കണം. നെഗറ്റീവ്സിന്റെ കാലഘട്ടമായിരുന്നു. ഈ ലോകം വളരെ പെസിമിസ്റ്റിക്കാണ് എന്ന് ചിന്തിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത കാഫ്കയുടെയും കാൽമ്യൂണിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ അത് വായിച്ച് അനുകരിച്ച് ജീവിതത്തെ അനാഥമാക്കി കടന്നു വന്ന ഒരു യൗവന കൗമാരങ്ങൾ എന്നെപ്പോലെയുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അത്തരത്തിൽ കാഫ്ക വലിയൊരു പ്രതീകമായിരുന്നു അന്നത്തെ ചെറുപ്പക്കാരുടെ. ഇപ്പൊ ഇതാ കാഫ്കയെ കുറിച്ച് പുതിയ ഇൻഫർമേഷൻ പുറത്തു വരുന്നു. കാഫ്ക ഒരു മോഡലിനെ പോലെ സുമുഖനായി ജീവിച്ചു. 1ാം ലോകമഹായുദ്ധം ഉണ്ടായ ദിവസം അദ്ദേഹം തന്റെ ഡയറിയിൽ 1ാം ലോകമഹായുദ്ധം തുടങ്ങിയെന്നും ഉച്ചയ്ക്ക് ശേഷം എനിക്ക് സ്വിമ്മിങ്ങിന് പോകണമെന്നും ഒരേ അർത്ഥത്തിൽ ഒരേ പ്രാധാന്യത്തോടു കൂടി 2 വരികൾ ഡയറിയിൽ എഴുതി വെച്ചതായി അദ്ദേഹം ഒരു മോഡലിനെ പോലെ ഭൗതിക ജീവിതത്തിൽ ആണ്ടുമുങ്ങിയിരുന്ന എഴുത്തുകാരനായിരുന്നുവെന്നും പുതിയ വെളിപ്പെടുത്തലുകൾ. എന്നാൽ അദ്ദേഹത്തിന്റെ
മെറ്റമോർഫോസിസ് പോലെയുള്ള കൃതികളൊക്കെ വായിച്ചിട്ടാണ് അന്നത്തെ തലമുറ ജീവിതത്തെ ഹോമിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ആ കാലം മാറിയിരിക്കുന്നു. പുതിയ കാലം വി ക്യാൻ കാലഘട്ടം വന്നിരിക്കുന്നു. വളരെ പോസിറ്റീവിസത്തിന്റെ കാലഘട്ടം വന്നിരിക്കുന്നു. പക്ഷെ എഴുത്തുകാർ ഈ പോസിറ്റീവിസത്തെ, ഈ ചൈതന്യപൂർണമായ പ്രസാദാത്മകമായ ജീവിത സമീപനത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് എനിക്ക് വ്യക്തമല്ല. എന്നെപ്പോലെയുള്ള ആളുകൾ, ഞാൻ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ലാപ്ടോപ്പിനെതിരെയും വാഷിംഗ് മെഷീനെതിരെയും ഒരാൾ ചെറുത് എഴുതുമ്പോൾ അതിനോട് വിമർശനവും വിയോജിപ്പും തോന്നിയത്. ഈ അടുത്തിടയ്ക്ക് 70-കളും 80-കളുമൊക്കെ രാഷ്ട്രീയമായ തത്വചിന്തകളെ കുറിച്ചും രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ വലിയ തോതിലുള്ള ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ നടന്നിരുന്നു. ഇപ്പം അങ്ങനെ നടക്കുന്നില്ല. അത്തരം മൂല്യവിചാരങ്ങൾക്ക് മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് ഒരു ചെറുകഥാകൃത്ത് നടത്തിയ പരാമർശം ഇങ്ങനെയാണ്: ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കണ്ടാൽ ഒരു തമിഴ് ഗവർണറെ കാണുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. ഇദ്ദേഹം എങ്ങനെ കമ്മ്യൂണിസ്റ്റ് നേതാവാകും? വാചകമേളയിൽ ഞാൻ വായിച്ച ഒരു കുറിപ്പാണ്. ഒരു പുതിയ കഥാകൃത്ത് പറയുകയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശമാണ്. ഈ ആദർശങ്ങളോടോ തത്വശാസ്ത്രങ്ങളോടോ വിയോജിക്കേണ്ട അല്ലെങ്കിൽ കലഹിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. വ്യക്തികളെയോ ഒരു പ്രസ്ഥാനത്തെ പ്രതികരിക്കുന്നവരെയോ വിലയിരുത്തുന്നത് ഇത്തരത്തോളം വളരെ 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 ചൈൽഡിഷ് ആയിട്ടുള്ള, വളരെ ഉപരിപ്ലവമായ വാക്കുകൾ ഉപയോഗിച്ചാണ്. ഒരു മനുഷ്യന് ജന്മന കിട്ടുന്ന അദ്ദേഹത്തിന്റെ രൂപത്തെ മുൻനിർത്തി എങ്ങനെ അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയും എന്നാണ് ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്. പി സുരേന്ദ്രൻ എന്ന ചെറുകഥാകൃത്ത് EP ജയരാജൻ എന്ന് പറയുന്ന CPM നേതാവിനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശമാണ് ഞാൻ പേര് പറയാതെ ആദ്യം സൂചിപ്പിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ രൂപം വളരെ വലുതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിയും എന്ന അർത്ഥത്തിലാണ് ഒരു കഥാകൃത്ത് പരാമർശം നടത്തിയത്. വാചകമേളയിൽ വന്നതാണ്. 80-കളിലോ 70-കളിലോ ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായ ആക്രമണങ്ങളല്ല ഉണ്ടാകുക. അക്കാലത്ത് മനുഷ്യർ മൗനം പാലിച്ചിരുന്നത് പുതിയ പുതിയ ആശയങ്ങൾ കിട്ടാൻ വേണ്ടിയായിരുന്നു. പുതിയ പുതിയ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള തപസ്സായിരുന്നു അക്കാലത്തെ മൗനം. ഇക്കാലത്തെ മൗനം ഒരു വ്യക്തിവിരോധത്തിന്റെ സ്വഭാവമുള്ള മൗനമാണ് പുതിയ കാലഘട്ടത്തിൽ. അപ്പം മൗനം പോലും വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എഴുത്തുകാർ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എഴുത്തുകാർ വ്യക്തിവിരോധത്തിന്റെ പേരിലല്ല ഒരു പ്രസ്ഥാനത്തെയോ വ്യക്തികളെയോ വിലയിരുത്തേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ചില നിരീക്ഷണങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു, മമ്മൂട്ടി ഒരു താരമായിരുന്നില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു എഴുത്തുകാരൻ ആകുമായിരുന്നു എന്നുള്ളത്. ചെറുകഥ എഴുതുമോ കവിത എഴുതുമോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ സർഗാത്മകമായ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അദ്ദേഹം അടുത്തിടയ്ക്ക് ചെറിയ കഥകൾ, ഒറ്റവരി കഥകൾ എഴുതുകയുണ്ടായി. സഹൃദയരായ ആളുകളുടെ മുൻപിൽ അത് എത്തിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ പോലെയുള്ള പല ആളുകളെയും സ്വാധീനിച്ച ആളുകൾ, ഇപ്പം ഒരു എഴുത്തുകാരൻ തന്നെ സ്വാധീനിക്കണമെന്നില്ല. എന്നെ പോലെയുള്ള ആളുകളെ സ്വാധീനിച്ചിട്ടുള്ളത് ഒന്ന് M. മുകുന്ദനായിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ, 2 മമ്മൂട്ടിയായിരുന്നു. അപ്പോൾ ഒരു സിനിമാ താരം സ്വാധീനിച്ചു എന്ന് പറയാൻ പലപ്പോഴും ബുദ്ധിജീവികൾക്ക് അത്ര അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കില്ല. രഹസ്യമായ സിനിമ കാണുമെങ്കിലും പരസ്യമായ സ്വാധീനത്തിന്റെ മുഖം വിവരിക്കാൻ ഒരുപക്ഷെ ബുദ്ധിജീവി സ്വഭാവം തടസ്സം നിർണ്ണയിക്കും. മുകുന്ദന്റെ ആശയങ്ങളിലൂടെ ഞങ്ങളുടെ തലമുറയെ പിടിച്ചുലച്ചു. മമ്മൂട്ടി സ്വന്തം ജീവിതത്തിലെ പരിശുദ്ധിയിലൂടെ, സ്വന്തം ജീവിതത്തിൽ ഒരു ശരാശരി മലയാളിക്ക് എത്രത്തോളം സൗമ്യനായും കുടുംബസ്ഥനായും സമൂഹത്തെ സ്വാധീനിക്കാം എന്നത് സെല്ലുലോയിലൂടെയാണ് ശ്രീ മമ്മൂട്ടി കാണിച്ചു തന്നത്. തൻ്റെ പ്രതാപമോ പ്രശസ്തിയോ ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ, ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയോ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യാതിരുന്ന അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് ശ്രീ മമ്മൂട്ടി. അതുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള സാഹിത്യ സൃഷ്ടിയോട് താല്പര്യമുള്ള ഒരാളിന് ഇത്തരത്തിൽ 2 സ്വാധീനങ്ങളെ സ്വീകരിക്കേണ്ടി വന്നത്. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിനോട് എൻ്റെ വ്യക്തിപരമായ പേരിലും DC ബുക്സിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ശ്രീ TN പ്രതാപൻ എൻ്റെ അടുത്ത സ്നേഹിതൻ കൂടിയാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തുകയുണ്ടായി. പ്രതാപൻ കോൺഗ്രസിലെ ഏറ്റവും സമുന്നതനായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കാലഘട്ടം കൂടിയാണ്. വളരെ യുവാവായിരിക്കുമ്പോൾ തന്നെ സ്വന്തം നിലപാടുകളിലൂടെ
നേതൃനിരയെ സ്വാധീനിക്കാൻ കഴിയുന്ന ശ്രീ പ്രതാപന് ഞാൻ എൻ്റെ പേരിലും ഡിസിപ്സിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ശ്രീ എൻ വി പ്രദീപ് കുമാറും എൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. അദ്ദേഹവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നു. കോൺഗ്രസ് എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ എൻ വി പ്രദീപ് കുമാറിന് എൻ്റെ പേരിലും DC ബുക്സിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും വായനക്കാരുമായ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. നന്ദി ശ്രീ അബ്രഹാമയ്ക്ക്. തീർച്ചയായും DC ബുക്സും സുഹൃത്തുക്കളും ഈ ചടങ്ങ് വളരെ തിളക്കമാർന്ന ഒരു ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. ഇതോടെ ഈ പുസ്തക പ്രകാശന ചടങ്ങും സമ്മേളനവും സമാപിക്കുന്നു. ഏവർക്കും നന്ദി. ഹെഡിങ് ഇതാണ്
You want to learn about your time for humans too. Through the scientific system of health effect, the body is one of the areas of the immune system. Canada is a native martial art form of health. An art form ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ ഈ ഫോട്ടോയിലെ മറ്റുള്ള ഭാഗങ്ങളും റീടച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ആർട്ടിക്കൽ പുസ്തക പ്രകാശനത്തിന് ശേഷം ശ്രീ
NN പിള്ളയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം നടക്കുന്നതാണ്. nnpillai.com. DC ബുക്സിന് ജയരാജ് വാര്യർ അവതരിപ്പിക്കുന്ന കാരിക്കേച്ചർ ഉണ്ടായിരിക്കുന്നതാണ്. അധ്യക്ഷൻ ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ഇന്ന് ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയും പുസ്തകപ്രകാശനം നിർവഹിക്കുന്നതുമായ പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ ശ്രീനിവാസൻ, പുസ്തകം ഏറ്റുവാങ്ങുന്ന തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ രഞ്ജിത്ത്, നാടകകൃത്തും നാടക അധ്യാപകനുമായ സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ അധ്യാപകനുമായ ശ്രീ പി ബാലേന്ദ്രൻ, NN പിള്ളയുടെ പുത്രൻ ശ്രീ വിജയരാഘവൻ, ശ്രീ സനൽജി നായർ, സദസ്സിലുള്ള എഴുത്തുകാരും സാംസ്കാരിക നായരും ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ തുറവൂർ വിശംബരൻ, മറ്റു സുഹൃത്തുക്കളെ, സഹൃദയരെ, DC ബുക്സിൻ്റെ 8ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയും കൾച്ചറൽ ഫെസ്റ്റിൻ്റെയും 6ാം ദിവസമാണെന്ന് വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചു പോകുന്നത്. അനേകായിരം വ്യക്തികൾ ഇതിനകം ഈ പുസ്തകമേള സന്ദർശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി 8ഓളം പുസ്തക പ്രകാശനങ്ങളും സാംസ്കാരിക പരിപാടികളും ഇവിടെ നടന്നു. 300ഓളം പ്രസാധകരുടെ പുസ്തകങ്ങളാണ് ഇവിടെ ഞങ്ങൾ അണിനിരത്തിയിട്ടുള്ളത്. ഏകദേശം 60ഓളം പുസ്തക ബുക്സ് സ്റ്റാളുകളുണ്ട്. ഗ്ലോബൽ പബ്ലിഷേഴ്സ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന, അല്ലെങ്കിൽ ഗ്ലോബൽ പബ്ലിഷേഴ്സ് ആഗോളതലത്തിലുള്ള ഇംഗ്ലീഷിലെ പ്രശസ്ത പ്രസാധകരായ പെൻഗിൻ തുടങ്ങി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്, ഓക്സ്ഫോർഡ് തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ പ്രസാധകരുൾപ്പെടെ 60ഓളം പ്രസാധകരാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഏകദേശം 12 ലക്ഷത്തോളം പുസ്തകങ്ങളാണ് ഞങ്ങളിവിടെ അണിനിരത്തിയിട്ടുള്ളത്. അങ്ങനെ വളരെ വൈവിധ്യമാർന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ഈ ഫെബ്രുവരി 9-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ DC അന്താരാഷ്ട്ര പുസ്തകമേളയും കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ പ്രദർശിപ്പിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ വർഷവുമുള്ള 3 അന്താരാഷ്ട്ര പുസ്തകമേളകൾ, ഒന്ന് കൊച്ചിയിലും ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോട്ടുമായിട്ടാണ് നടക്കുന്നത്. ഈ 3 അന്താരാഷ്ട്ര പുസ്തകമേളകളിലൂടെയാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക പുസ്തകങ്ങളുടെ പ്രകാശനം അല്ലെങ്കിൽ വായനക്കാരിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ഞങ്ങൾ ഈ പുസ്തകമേളയിലൂടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു പുസ്തകമേള സമാപിക്കുമ്പോൾ ഏകദേശം 50ഓളം പുസ്തകങ്ങളാണ് പുതിയതായിട്ട് പ്രകാശനം ചെയ്യുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്നതും പ്രാധാന്യമർഹിക്കുന്നതും വായനക്കാർ നിരന്തരം ആവശ്യപ്പെടുന്നതുമായ പല പുസ്തകങ്ങൾ തുടങ്ങി പുതുരൂപാന്തരങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ വരെ ഞങ്ങൾ ഈ മേളയുടെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു നിരയാണ് ഇന്ന് ഈ പ്രകാശ ചടങ്ങിലായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാമെന്ന് ഏറ്റത് അല്ലെങ്കിൽ നിർവഹിക്കുന്നത് പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനും കൂടിയായ ശ്രീ ശ്രീനിവാസനാണ്. അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന തൂലികയെപ്പറ്റി ഞാനിവിടെ ദീർഘമായി ഒന്നും തന്നെ പറയുന്നില്ല. അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ ശ്രീ വിജയരാഘവനും DC ബുക്സും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി, ഷൂട്ടിംഗ് സാരമില്ല, തീർച്ചയായിട്ടും ഈ പരിപാടി, ഈ പുസ്തക പ്രകാശനം ഞാൻ നിർവഹിക്കാമെന്നുള്ള ഒരു സമ്മതമാണ് അദ്ദേഹം തന്നത്. അദ്ദേഹത്തോട് അതിനുള്ള കടപ്പാടും
കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ ഇന്ന് ഈ പുസ്തകപ്രകാശനം നിർവഹിക്കാൻ അദ്ദേഹത്തെ കിട്ടിയുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മലയാളത്തിൻ്റെ പ്രിയ കവിയും ഞങ്ങളുടെ ഉറ്റ സുഹൃത്തുമായ ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെയും ഈ വേദിയിൽ ഇവിടെ ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല. ശ്രീ ചുള്ളിക്കാടിനെ ഈ ചടങ്ങിൽ അധ്യക്ഷനായി കിട്ടിയതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക്, ഈ പ്രകാശ ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ശ്രീ രഞ്ജിത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തോട് ഏകദേശം 1 മാസം മുമ്പാണ് ഈ ഒരു ആവശ്യമായി ഞങ്ങൾ സമീപിച്ചത്. അദ്ദേഹം വന്ന് ഒരു യാത്രയുടെ വക്കിലായിരുന്നു, അല്ലെങ്കിൽ ഈ സമയത്ത് ഒരുപക്ഷെ ഇവിടെ കാണില്ല, പക്ഷെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഈ ചടങ്ങിൽ വരും, പുസ്തകം ഏറ്റുവാങ്ങും എന്ന് വളരെ സന്തോഷത്തോടെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ആ യാത്ര ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ മാറ്റിവെച്ച ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ആദ്യം വിളിച്ചു പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ചടങ്ങിന് ഞാൻ എത്തും. ഒരുപക്ഷെ ഈ ചടങ്ങും അതിനൊരു കാരണമാകാം. അത്രയേറെ സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തത്. പ്രശസ്ത സംവിധായകൻ, തിരക്കഥാകൃത്ത്, പിന്നെ പല പ്രതിഭകളുള്ള അദ്ദേഹത്തെ ഈ പുസ്തകം ഏറ്റുവാങ്ങാനും ഇന്ന് ശ്രീ NN പിള്ളയുടെ പേരിലുള്ള വെബ്സൈറ്റ് ഇനാഗ്രേറ്റ് ചെയ്യാനും കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ P. ബാലചന്ദ്രൻ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ ഫാക്കൽറ്റിയാണ്, നാടകത്താണ്, സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡൻറ്റും അവിടെ അധ്യാപകനുമായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം DC ബുക്സിൻ്റെ ഒരു ഗ്രന്ഥകർത്താവ് കൂടിയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തോടുമുള്ള കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ വെബ്സൈറ്റിനെ പറ്റി വിവരിക്കുന്നത് സനൽ G. നായരാണ്. സനൽ ശ്രീ NN പിള്ളയുടെ ബന്ധു കൂടിയാണ്, റിലേഷനാണ്. അദ്ദേഹം തന്നെയാണ് ഇത്രയും താല്പര്യമെടുത്ത് ഈ വെബ്സൈറ്റിൻ്റെ സകല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രയത്നപരമാണ് ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിജയരാഘവനെ ഔപചാരികതയുടെ പേരിൽ മാത്രമേ ഞാൻ സ്വാഗതം ചെയ്യുന്നുള്ളൂ. കാരണം അദ്ദേഹം ഒരുപക്ഷെ ഈ ചടങ്ങിൻ്റെ ഒരു മുഖ്യ ശില്പി, അല്ലെങ്കിൽ ഈ ചടങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ശ്രീ വിജയരാഘവനാണ്. വിജയരാഘവൻ്റെ മറ്റു പോർട്ട്ഫോളിയോസ് മാറ്റിയാൽ NN പിള്ളയുടെ പുത്രൻ എന്നതിലുപരി കേരളം അറിയപ്പെടുന്ന ഒരു നല്ല നടനാണ്. അദ്ദേഹത്തിൻ്റെ ദേശാടനം ഉൾപ്പെടെയുള്ള സിനിമ പലരും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനിവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വിജയരാഘവനെയും ഞാൻ ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും മാധ്യമപ്രവർത്തകരെയുമാണ്. ഞങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പ്രചോദനം തരുന്ന ഞങ്ങളുടെ നല്ലവരായ വായനക്കാരോട്, ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഓരോ വ്യക്തിയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി ശ്രീ DC. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് പ്രശസ്ത കവിയായ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. കേരളത്തിലെ ജനങ്ങൾ ആവേശപൂർവം കാണുകയും ആ കാഴ്ചയിലൂടെ ആത്മവിചാരണ
നടത്തുകയും ചെയ്തിട്ടുള്ള നാടകങ്ങളാണ് പിള്ളസാറിൻ്റേത്. 20-ാം നൂറ്റാണ്ടിലെ മലയാളി സമൂഹത്തിൻ്റെ നടും പുറത്തു വീണ ചാട്ടവാറായിരുന്നു NN പിള്ള. ആദ്യമായി നാടകം അവതരിപ്പിച്ചത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം വിഷയമാക്കി ആണെന്നും അതിനിടയിൽ ക്രുദ്ധരായ അസുരന്മാർ ദേവന്മാരുടെ ശബ്ദം സ്തംഭിപ്പിച്ചു എന്നും ഐതിഹ്യമുണ്ട്. ശബ്ദം സ്തംഭിപ്പിച്ചു എന്ന് കാവ്യഭാഷയിൽ പറഞ്ഞാൽ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യ നാടകം മുതൽ സഫലമായി സംവേദനം നടക്കുകയും ഉടനടി പ്രതികരണം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ ആദ്യമായി പിള്ളസാറിന്റെ നാടകം കാണുന്നത് കാപാലികയാണ്. അന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഈ കാപാലിക എന്ന നാടകം കാണുമ്പോൾ ഇടിമിന്നൽ പോലെ ഒഴിഞ്ഞുമാറലിന് അതീതമായി അതിലെ സംഭാഷണങ്ങൾ കാണികളുടെ മേൽ പതിക്കുന്നതും പലപ്പോഴും അവർ ശീലിച്ചു വന്ന സദാചാര ബോധത്തിന്റെ ഭാരം കൊണ്ട് തലകുനിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കാപാലിക എന്ന പേരിൽ അറിയപ്പെടുന്ന റോസമ്മയുടെ ബോംബെയിലെ വീട്ടിൽ പള്ളി പണിയാൻ പണപ്പിരിവിനെത്തുന്ന പുരോഹിതൻ അവിടെ നിന്ന് പോകുന്ന ഒരുത്തനെ കണ്ട്, അന്തോണിയല്ലേ ആ പോകുന്നത്, അവൻ എന്റെ ഇടവകയിലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ റോസമ്മ കാല് സ്റ്റൂളിൽ കയറ്റി വെച്ച്, അതേച്ചോ ഇപ്പൊ എന്റെ ഇടവകയിലാ എന്ന് പറയുന്നതും, അച്ഛന് പട്ടം തന്ന അതേ സമുദായം തന്നെയാണ് അച്ചോ എന്റെ പാവാടയുടെ ചരട് ആദ്യമായിട്ട് അഴിച്ചതും എന്ന് പറയുന്നതും, ചേച്ചിയെ വ്യഭിചരിക്കാൻ വന്നിരുന്ന കസ്റ്റമറായ മാന്യൻ നാട്ടിൽ അനിയത്തിക്ക് കല്യാണം ആലോചിച്ചു വരുമ്പോൾ അത്ത ഹോ 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 കോളേജിൽ പഠിച്ചിട്ട് മിഡിൽ സ്കൂളിൽ പഠിക്കാൻ വരുന്നു എന്ന് പറയുമ്പോഴും ഒക്കെ കാണികളുടെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മുണ്ടഴിഞ്ഞു പോയ ഒരവസ്ഥയാണ് സദസ്സിൽ വെച്ച് കാണികൾക്ക്. പ്രസിഡന്റ് എന്ന നാടകത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും അടക്കമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തിന്മകൾ മുഴുവൻ സഹിച്ചു മടുത്ത പ്രസിഡന്റ് ജനാധിപത്യം അവസാനിപ്പിക്കുകയും ഏകാധിപത്യം നടപ്പിൽ വരുത്തുകയും ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും എല്ലാം പിടിച്ച് ജയിലിൽ അടയ്ക്കാനായിട്ട് ഉത്തരവിടുമ്പോൾ പ്രധാനമന്ത്രി ചോദിക്കുന്നുണ്ട്, സർ നമ്മുടേതൊരു ജനകീയ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക് അല്ലേ സർ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് പറയും, ജനകീയ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക് നീളം കൂടിപ്പോയി, നീളം കൂടിയാൽ ബലം കുറയും എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഇന്ത്യയുടെ പരമാധികാരത്തെ സംരക്ഷിക്കുന്ന സൈന്യത്തെക്കുറിച്ച് സൈന്യത്തിന്റെ ഉരുക്കുതൊപ്പി അറബി കടപ്പുറത്ത് തുരുമ്പെടുത്ത് കിടക്കും, കണ്ണ് കാണാത്ത കടലാമ അതിനെ ബലാത്സംഗം ചെയ്യും എന്ന് പറയുമ്പോഴുമൊക്കെ നാടകത്തിൻ്റെതായ ഒരു വലിയ ധർമ്മം, ഒരു ശസ്ത്രക്രിയാ ധർമ്മം അദ്ദേഹം നിറവേറ്റുകയായിരുന്നു സമൂഹത്തിൽ. അവസാനമായി ഞാൻ കണ്ട നാടകം ഇവിടെ മറൈൻ ഡ്രൈവിൽ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പൊതുവേദിയിൽ പിള്ളസാർ നാടകം അവതരിപ്പിക്കുന്നത്. കണക്ക് ചെമ്പകരാമൻ ജോലിക്ക് ശുപാർശയായിട്ട് പറഞ്ഞയച്ച മന്ത്രിയുടെ അടുത്ത് പറഞ്ഞയച്ച മകള് അലങ്കോലമായ ശരീരവുമായി കയറി വരുമ്പോൾ അവൻ നിന്റെ മൗലിക അവകാശത്തിൽ സ്പർശിച്ചോ മോളെ എന്ന് അച്ഛൻ
വികാരഭരിതനായി ചോദിക്കുന്ന ആ നാടകം. അങ്ങനെ NN പിള്ള സാറിന്റെ നാടകങ്ങൾക്ക് പോകുന്നത് സാമൂഹ്യ ബോധപരമായ ഒരു ശസ്ത്രക്രിയക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത് പോലെയായിരുന്നു കാണികൾ. ക്ഷിപ്രസംവേദിയായ ആ നാടകങ്ങൾ ഒരു വ്യാഖ്യാനവും കൂടാതെ ബുദ്ധിജീവികൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ മനസ്സിലാവുന്ന തരത്തിൽ പ്രധാനമന്ത്രിയുടെ പട്ടിക്ക് പേ പിടിച്ചാൽ രാജ്യത്തൊട്ടാകെ ബന്ദ്, പിടികിട്ടാപ്പുള്ളിയുടെ കുത്തേറ്റ് നടു റോഡിൽ പോലീസുകാരൻ പെടഞ്ഞു ചേർത്താൽ എവിടെയാണ് ആ ബന്ദ്? അവന്റെ ഭാര്യയുടെ മക്കളുടെ അടിവയറ്റിലല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ അത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന് മനസ്സിലാകും. ഒന്നുകിൽ വിപ്ലവത്തിന് തയ്യാറാവുക, അല്ലെങ്കിൽ അടിമത്തം സഹിക്കുക, വേറെ ഒരു പോം വഴിയില്ല ഇനിയാ എന്ന് പറയുമ്പോ അത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാകും. ബെർണാഡ് ഷായെ കുറിച്ചാണ് പറയുക നൂറ്റാണ്ടിന്റെ നടും പുറത്ത് വീണ ചാട്ടവാർ എന്ന്. അത് കുറച്ചുകൂടി നന്നായിട്ട് ഇണങ്ങുക പിള്ളസാറിനാണ്. സിംഹത്തെ അതിന്റെ ഗുഹയിൽ ചെന്ന് പിടികൂടുക എന്നൊരു ശൈലിയുണ്ട്. പിള്ളസാറ് ജീവിതത്തെ അതിന്റെ തനിമയിൽ മനസ്സിലാക്കിയ ഒരാളാണ്. പുസ്തകം വായിച്ചോ ഗവേഷണം നടത്തിയോ അല്ല, ധീരമായി ജീവിച്ച് സ്വന്തം പൗരുഷം കൊണ്ട് ജീവിതത്തെ അറിഞ്ഞ മനുഷ്യൻ. ഗറില്ല എന്ന നാടകത്തിന്റെ അവതരണം, അത് അവതരിപ്പിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് കത്തെഴുതിയ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു കാർഡ് വന്നു. അന്ന് ഗ്രന്ഥകർത്താവിന്റെ അനുമതിയോടെ അവതരിപ്പിക്കാവൂ എന്ന പുസ്തകത്തിലുണ്ട്. എനിക്കൊരു കാർഡ് വന്നു അനുമതി ചോദിച്ചെഴുതിയപ്പോ, അനിയ തന്തയ്ക്ക് പറഞ്ഞ ആർക്കും ഗറില്ല അവതരിപ്പിക്കാം എന്ന്. അന്ന് മുതലാണ് പിള്ളസാറുമായിട്ടുള്ള ആത്മബന്ധം ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവി നാടകങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നാടകവും കഥാപ്രസംഗവും ജനങ്ങളുടെ ആത്മാവിഷ്കാരമായിരുന്നു. SL പുരം സദാനന്ദന്റെ അഗ്നിപുത്രി എന്ന നാടകം ഇവിടെ പള്ളുരുത്തി വെളിയിൽ പണ്ട് കളിച്ചത് ഞാൻ ഓർക്കുന്നു. ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ ഒരു തെരുവ് വേശ്യയാണ് അതിലെ പ്രധാന കഥാപാത്രം. അവരുടെ പേര് സിന്ധു. അന്ന് DK ചെല്ലപ്പൻ എന്ന അനുഗ്രഹീത നടൻ അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ബലാത്സംഗം ചെയ്ത് വേശ്യാവൃത്തിയിലേക്ക് നയിച്ച പെൺകുട്ടിയെ കളക്ടറായ അനിയൻ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. രണ്ടുപേർക്ക് മാത്രമേ അറിയാവൂ കാര്യം. ആരുമില്ലാത്തൊരു സന്ദർഭത്തിൽ ചേട്ടൻ മുകളിൽ നിന്ന് ഗോവണി ഇറങ്ങി വരുമ്പോൾ ഈ സ്ത്രീ ഫ്ലവർ വേസ് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം സിന്ധു എന്ന് വിളിക്കും. ആ വിളിയുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ആ നാടകത്തിന് ശേഷം ആ പള്ളുരുത്തി ഭാഗത്ത് ഒരു കൊല്ലത്തിനകം ജനിച്ചിട്ടുള്ള എല്ലാ പെൺകുട്ടികളുടെയും പേര് സിന്ധു എന്നായിരുന്നു എന്നാണ്. ഇപ്പോഴും 10-40 വയസ്സുള്ള ഒരു 10-60 സിന്ധുമാരെങ്കിലും പള്ളുരുത്തി പ്രദേശത്തുണ്ടാകും. തെരുവേശിയായ ഒരു കഥാപാത്രത്തിന്റെ പേര് 28 വയസ്സുള്ള സ്വന്തം മകൾക്കിടാൻ മാത്രമുള്ള ഗംഭീരമായ പ്രേരണാശക്തിയാണ് അന്ന് നാടകം ജനങ്ങളിൽ ചെലുത്തിയിരുന്നത്. മനുഷ്യത്വത്തിനും നീതിക്കും വേണ്ടിയുള്ള മനുഷ്യ മനസാക്ഷിയുടെ മുമ്പിലുള്ള അതിഗംഭീരമായ വാദപ്രതിവാദമായിരുന്നു അന്ന് നാടകം. രോഗം ഒരു കുറ്റമാണോ ഡോക്ടർ എന്ന അശ്വമേധത്തിലെ കഥാപാത്രത്തിന്റെ ചോദ്യം കേട്ട് ഡോക്ടർ മാത്രമല്ല കണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കാണികളും കുറ്റബോധം കൊണ്ട് ശിരസ് കുനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. പിന്നീട് സിംബോളിക് നാടകങ്ങൾ വന്നു. അതോടെ നാടകം എന്ന പേര് കേട്ടാൽ ആളുകൾ പേടിക്കുന്ന അവസ്ഥയായി, ആ വഴി പോവാതെയായി. നമ്മൾ വിഡ്ഢികളാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കലാരൂപത്തോട് നമ്മൾ എന്തിന്
പ്രതികരിക്കണം എന്ന അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് തൻ്റെ നാടക കലാ അന്വേഷണങ്ങളുടെ ഭാഗമായി കാവാലം നാരായണ പണിക്കർ തനത് നാടകവേദി എന്നൊരു സങ്കല്പം വികസിപ്പിച്ചെടുത്തു. അതോടെ പിന്നെ അതിൻ്റെ അനുകരണമായി മുഴുവൻ